ഹായ് എവരിവൺ, വെൽക്കം ടു സീക്കേഴ്സ്. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ ട്രേസർ തസ്തികയിലേക്ക് നടക്കുന്ന എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ആണ്. ഈ എക്സാമിനേഷന്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മുൻപ് നടന്ന എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ട്രേസർ എക്സാമിനേഷന് മാത്രമല്ല ഉപകരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന KWA ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിനേഷനുകൾക്കും പ്രയോജനപ്പെടുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എഞ്ചിൻ അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ പറ്റിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. IC എഞ്ചിനെ പറ്റി പറയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടതാണ് എഞ്ചിൻ എന്താണ്, ഹീറ്റ് എഞ്ചിൻ എന്താണെന്നുള്ളത്. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ എന്താണ്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു എനർജി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതിനകത്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ തെർമൽ എനർജിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ഡിവൈസിനെ പറയുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ബൈക്ക്, കാറൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഫ്യൂവൽ ഒഴിക്കുന്നു. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കുന്നു. ഈ ഫ്യൂവലിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്ത് എനർജിയാണ്? ഫ്യൂവലിനകത്ത് കെമിക്കൽ എനർജിയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് എഞ്ചിനുള്ളിലെ കമ്പഷന്റെ ഫലമായിട്ട് ഇത് ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ തെർമൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വാഹനം റൺ ചെയ്യുന്നത്. ഇപ്പൊ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവലിലുള്ള കെമിക്കൽ എനർജിയെ എഞ്ചിനുള്ളിലെ ബേണിങ്ങിന്റെ ഫലമായിട്ട് അത് തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ തെർമൽ എനർജിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നു. ഇനി ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഹീറ്റ് എഞ്ചിൻ മെയിൻ ആയിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ IC എഞ്ചിൻ, അടുത്തത് EC എഞ്ചിൻ. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, EC എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഇതിനകത്ത് നമുക്ക് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണ് പഠിക്കാനായിട്ടുള്ളത്. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ അല്ലെങ്കിൽ IC എഞ്ചിൻ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിന്റെ ക്രോസ് സെക്ഷണൽ ഫിഗർ ആണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ, എഞ്ചിന്റെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് എഞ്ചിന്റെ സിലിണ്ടർ എന്ന് പറയുന്നത്. എഞ്ചിന്റെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഈ എഞ്ചിന്റെ സിലിണ്ടറിനുള്ളിലാണ് കമ്പഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിനെ പറയുന്ന പേരാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. കമ്പഷൻ ഓർ ബേണിംഗ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ സിലിണ്ടർ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു വാൽവ് ഉണ്ട്, ഇൻലെറ്റ് വാൽവ്. ഈ ഇൻലെറ്റ് വാൽവ് വഴി എയർ ഫ്യൂവൽ മിക്സർ ഈ എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ വെച്ചിട്ട് ബേണിംഗ് നടക്കുന്നു. അങ്ങനെയുള്ള എഞ്ചിനെ പറയുന്ന പേരാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പഷൻ നടക്കുന്നത് സിലിണ്ടറിന്റെ ഔട്ട്സൈഡിലാണെങ്കിൽ ആ എഞ്ചിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റീം എഞ്ചിൻ, അതേപോലെ തന്നെ സ്റ്റീം ടർബൈൻ. പിന്നെ നമ്മുടെ പവർ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ബോയിലേഴ്സിനുള്ളിൽ വെള്ളത്തെ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മൾ ബേൺ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പഴയ കാലത്തെ തീവണ്ടിയൊക്കെ നോക്കുവാണെങ്കിൽ അതൊക്കെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനാണ് യൂസ് ചെയ്തത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് ഒന്നാമത്തെ ടൈപ്പാണ് ബേസ്ഡ് ഓൺ ഇഗ്നീഷ്യസ് സിസ്റ്റം. ഇഗ്നീഷ്യസ് സിസ്റ്റത്തിന്റെ ബേസിൽ മെയിൻ ആയിട്ടും എഞ്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിൻ. അടുത്തതെന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിൻ എന്ന് പറയും. ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നതാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ എഞ്ചിൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് വഴി ഈ എയർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പാർക്ക് പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ ബേണിംഗ് നടക്കുന്നു. അങ്ങനെയുള്ള എഞ്ചിനെ പറയുന്ന പേരാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്.
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനാണ്. കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് അതിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പാർക്ക് പ്ലഗിന്റെ സ്ഥാനത്ത് ഒരു ഇഞ്ചക്ടറാണ്, ഫ്യൂവൽ ഇഞ്ചക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻലെറ്റ് വാൽവ് വഴി എയർ ഈ എഞ്ചിൻ സിലിണ്ടറിനകത്തോട്ട് കയറുന്നു. അതിനുശേഷം ഈ പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ എയറിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചിട്ട് ഈ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുള്ള എയറിലേക്ക് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ബേണിംഗ് സംഭവിക്കുന്നു. ആ ടൈപ്പിലുള്ള എഞ്ചിനെ പറയുന്ന പേരാണ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എഞ്ചിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഫ്യുവലിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ ഗ്യാസ് എഞ്ചിൻ, അടുത്തത് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ആൽക്കഹോൾ എഞ്ചിൻ. ഗ്യാസ് എഞ്ചിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീഥെയിൻ അല്ലെങ്കിൽ CNG ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത പെട്രോൾ എഞ്ചിനകത്ത് പെട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനകത്ത് ഡീസലാണ് യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ എഞ്ചിനകത്ത് എഥനോൾ അല്ലെങ്കിൽ മെഥനോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ബേസിക് എഞ്ചിൻ ഡിസൈനിന്റെ ബേസിൽ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ റോട്ടറി റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ, അടുത്തത് റോട്ടറി എഞ്ചിൻ. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ്. ഇതിനകത്ത് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടുമാണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ആ ആ ടൈപ്പിലുള്ള എഞ്ചിനെ പറയുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റോട്ടറി എഞ്ചിന്റെ പ്രത്യേകത എന്താണ്? അത് ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് റോട്ടറി എഞ്ചിൻ. ഇതിനകത്ത് റൊട്ടേഷണൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. മെയിനായിട്ട് ടർബൈൻ ഒക്കെ ഈ ടൈപ്പ് എഞ്ചിനാണ്, റൊട്ടേഷണൽ മൂവ്മെന്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു അറേഞ്ച്മെന്റ് ഓഫ് സിലിണ്ടറിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിൽ മെയിനായിട്ടും ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻലൈൻ സിലിണ്ടർ ആണ്. ഇതാ ഈ ഫിഗർ നോക്കും, ഇതൊരു ഇൻലൈൻ സിലിണ്ടർ ആണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ഈ ക്രാങ്ക് ഷാഫ്റ്റിലാണ് ഈ സിലിണ്ടർ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഈ ലോങ്സ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിൽ ഈ സിലിണ്ടർ അറേഞ്ച് ചെയ്തേക്കും. അങ്ങനെയുള്ള എഞ്ചിനെ പറയുന്ന പേരാണ് ഇൻലൈൻ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വി എഞ്ചിൻ എങ്ങനെയാണ്? വി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു വി ഷേപ്പ് ആണ്. എന്താ, ഇവിടെ ഈ ഫിഗറിനകത്ത് രണ്ട് സിലിണ്ടർ ഒരു വി ഷേപ്പിൽ അറേഞ്ച് ചെയ്തേക്കും. ആ ടൈപ്പിലെ എഞ്ചിനെ പറയുന്ന പേരാണ് വി എഞ്ചിൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആൻഡ് മറൈൻ എഞ്ചിൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിറ്റ് എഞ്ചിന്റെ പ്രത്യേകത എന്താണ്? ഒപ്പോസിറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ആ ടൈപ്പിലെ എഞ്ചിനെ പറയുന്ന പേരാണ് ഒപ്പോസിറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റേഡിയൽ എഞ്ചിന്റെ പ്രത്യേകത എന്താണ്? ഈ ഇങ്ങനെ ഒരു റേഡിയൽ ഷേപ്പിൽ, ഇതാണ് അതിന്റെ സെന്റർ എങ്കിൽ ഇങ്ങനെ ഈ റേഡിയൽ ഡയറക്ഷനിൽ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ചെയ്തേക്കും. മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയറോപ്ലെയിനിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ വാങ്കൽ എഞ്ചിനാണ്. വാങ്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു റോട്ടറി ടൈപ്പ് എഞ്ചിനാണ്. ഇതിനകത്ത് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്ന ബോർ ലെങ്തിനെക്കാട്ടി ചെറുതായിരിക്കും. സ്ട്രോക്ക് ലെങ്തും ബോർ ലെങ്തും എന്താണ് ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഇതിപ്പം ഒരു സിലിണ്ടർ ആണെങ്കിൽ ഈ സിലിണ്ടറിന്റെ ബോർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബേസിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഈ ഒരു ലെങ്തിനെ പറയുന്ന പേരാണ് ബോർ ലെങ്ത് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. അതിന്റെ ഒരു ടോപ്പ് ഡെഡ് സെന്ററും, ഇതാണ് അതിന്റെ ടോപ്പ് ഡെഡ് സെന്റർ എങ്കിൽ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മെഷർ ചെയ്യുന്ന ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഈ വാങ്കൽ എഞ്ചിന്റെ കേസിൽ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോർ ലെങ്തിനെക്കാട്ടി ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ബോർ ലെങ്തിനെക്കാട്ടി ചെറുതായിരിക്കും. ബോർ ലെങ്ത് ആയിരിക്കും വലുത്. ആ ടൈപ്പ് എഞ്ചിനെ പറയുന്ന പേരാണ് വാങ്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്ട്രോക്ക് പെർ സൈക്കിളിന്റെ ബേസിൽ
മെയിനായിട്ടും എഞ്ചിന് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിൻ അങ്ങനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ 2 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് എഞ്ചിൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ മെയിനായിട്ടും 2 സ്ട്രോക്കാണുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അപ് സ്ട്രോക്ക്, അടുത്തതെന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രോക്ക്. അങ്ങനെ 2 സ്ട്രോക്കാണുള്ളത്. 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഇൻടേക്ക് സ്ട്രോക്ക് ഉണ്ട്, കംപ്രഷൻ സ്ട്രോക്ക് ഉണ്ട്, പവർ സ്ട്രോക്ക് ഉണ്ട്, എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് ഉണ്ട്. അങ്ങനെ 4 സ്ട്രോക്കുള്ള എഞ്ചിനെ പറയുന്ന പേരാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതാ ഈ ഫിഗർ കാണിച്ചത് ഇതാണ് 4 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ. ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സ്ഹോസ്റ്റ്. 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഇൻടേക്ക് അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കും പവർ അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് സ്ട്രോക്കും. അപ്പൊ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി അക്കോർഡിംഗ് ടു കൂളിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിലിണ്ടറിന്റെ ഉള്ളിൽ ബേണിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ കമ്പസ്റ്റൻ അല്ലെങ്കിൽ ബേണിംഗ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ സിലിണ്ടറിന്റെ ഔട്ടർ സർഫസിൽ ഹൈ ടെമ്പറേച്ചറാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചറിനെ ഹൈ ടെമ്പറേച്ചറിനെ കുറച്ച് ഈ സിലിണ്ടറിന്റെ ഔട്ടർ സർഫസ് കൂൾ ചെയ്യാനായിട്ട് മെയിനായിട്ടും എയർ അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ എയർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ എഞ്ചിനെ പറയുന്ന പേരാണ് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. എയർ കൂൾഡ് എഞ്ചിൻ മെയിനായിട്ട് നമ്മുടെ ബൈക്കിലൊക്കെ എയർ കൂൾഡ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ എയർ തന്നെ യൂസ് ചെയ്തിട്ട് ആ എഞ്ചിൻ സിലിണ്ടറിനെ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് എഞ്ചിനെ പറയുന്ന പേരാണ് എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. ലിക്വിഡ് കൂൾഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ പുറത്ത് ഒരു വാട്ടർ ജാക്കറ്റ് കാണും. അങ്ങനെ ഈ വാട്ടർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. അത് കാറൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടറിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് സിംഗിൾ സിലിണ്ടറും ഉണ്ട്, മൾട്ടി സിലിണ്ടറും ഉണ്ട്. ഒരു സിലിണ്ടറാണ് എഞ്ചിനുള്ളിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ സിലിണ്ടർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മൾട്ടി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉള്ള ടൈപ്പിനെ പറയുന്ന പേരാണ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ വർക്കിംഗ് സൈക്കിളിന്റെ ബേസിൽ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ ഉണ്ട്, ഡീസൽ സൈക്കിൾ എഞ്ചിൻ ഉണ്ട്, ഡ്യുവൽ സൈക്കിൾ എഞ്ചിൻ ഉണ്ട്. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ സൈക്കിൾ എഞ്ചിന്റെ എക്സാമ്പിൾ ഡീസൽ എഞ്ചിനാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ സൈക്കിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള ഓട്ടോ സൈക്കിളിന്റെയും ഡീസൽ സൈക്കിളിന്റെയും കോമ്പിനേഷനാണ്. ഇനി ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷന്റെ ബേസിൽ ഓട്ടോമൊബൈൽ എഞ്ചിൻ ആയിട്ട്, പിന്നെ അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് എഞ്ചിൻ, ലോക്കോമോട്ടീവ് എഞ്ചിൻ, മറൈൻ എഞ്ചിൻ, സ്റ്റേഷനറി എഞ്ചിൻ, അങ്ങനെ 5. ഇത്രയുമാണ് IC എഞ്ചിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ വീഡിയോ കൊണ്ട് IC എഞ്ചിൻ ഫുൾ കവർ ചെയ്യാൻ കഴിയില്ല. ഒരു 3-4 വീഡിയോസ് കൊണ്ട് ഞാൻ ഈ പോർഷൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ചില ടേംസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.